എന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളേവരും അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒരു ഹിന്ദി പാട്ട് പാടി ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പ്രാണപ്രിയ യേശു രാജാ, ജീവന്ദായ प्रियतम, सब गवाहे हुए मुझको, अपनाया प्यार से तूने. प्राण प्रिय यीशु राजा, जीवनदाय प्रियतम, सब गवाए हुए तूने, अपनाया प्यार से तूने. मेरी चाहत तेरे ही लिए, कोई और उसे छीन न पाए. मेरा सब कुछ तेरे ही लिए, करता अर्पण खुद को प्रभु. मेरी चाहत तेरे ही लिए, कोई और उसे छीन न पाए. मेरा सब कुछ तेरे ही लिए, करता अर्पण खुद को प्रभु, करता अर्पण खुद को प्रभु. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാ പ്രാണപ്രിയ യേശുനാഥ. ആ പാട്ടിൻ്റെ ഹിന്ദിയാണ് ഇവിടെ പാടിയത്. രാവിലെ നമ്മൾ ആരാധനയുടെ സമയത്ത് തന്നെ ഒരു നല്ല ഒരു പ്രൊഫറ്റിക് വേർഡ് പാസ്റ്ററിൻ്റെ വായിൽ നമ്മൾ കേൾക്കുവാൻ നമ്മൾ സാധിച്ചു. അത് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ എല്ലാ കാര്യത്തിലും സന്തോഷിക്കും. ലോകത്തിൽ കിട്ടാനുള്ള എല്ലാ കാര്യത്തിലും അവർ സന്തോഷിക്കും. ദൈവത്തിൽ മാത്രം സന്തോഷിക്കാൻ ഇച്ചിരി പാടാണ്. കിട്ടുന്ന എല്ലാ കാര്യത്തിലും, ലോകത്തിലെ എല്ലാ A to Z കാര്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അതിൽ തന്നെ രസിച്ചു പോകാനും എല്ലാവർക്കും ഇഷ്ടമായ, എന്നാൽ ദൈവത്തിൽ സന്തോഷിക്കാൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും പാടാം. നമുക്ക് നമ്മുടെ ധ്യാനം, നമ്മുടെ ചിന്ത മർക്കോസ് ലേഖനം 15-ാം അധ്യായം 21-ാമത്തെ വാക്യവും ലൂക്കോസ് ലേഖനം 8-ാം അധ്യായം 40-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. മർക്കോസ് 5:21, ലൂക്കോസ് 8:40. 8:40 ലൂക്കോസ്. രണ്ട് കാര്യം നമുക്ക് ഇവിടെ കാണാം. യേശുവിന്റെ വേല സമയത്ത്, ഞാൻ പറഞ്ഞു ഓൾറെഡി, എൻ്റെ വാക്കുകൾക്ക് മലയാളത്തിന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ജസ്റ്റ് ഒരു 6 മാസം ആയതേ ഉള്ളൂ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. മലയാളം വായിക്കാനും അറിയത്തില്ല. എന്നാൽ ഐ ബിലീവ് ദാറ്റ് യു വിൽ ബെയർ വിത്ത് മീ. നമുക്ക് കാണാൻ സാധിക്കും, യേശുവിന്റെ വേല സമയത്ത്, യേശുവിന്റെ മിനിസ്ട്രി സമയത്ത് യേശു എവിടെയൊക്കെ പോകും അവിടെയൊക്കെ എന്തുണ്ട്. ഞാനൊരു ബൈബിൾ ടീച്ചർ കൂടാ. സോ ഐ വിൽ റിക്വസ്റ്റ് യു ടു റെസ്പോൺസ്. യേശു ചെല്ലുന്നിടത്തെല്ലാം എന്തുവാ, നമ്മളൊരു കോമൺ ആയിട്ട് ഒരു കാര്യം കാണുന്നത് എന്തുവാ, ഒരു പുരുഷാരം. യേശു എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ എന്തുണ്ട്, ഒരു പുരുഷാരമുണ്ട്. ഇന്നും പുരുഷാരം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. പലയിടത്ത് പല രീതിയിൽ പല പ്ലാൻ വെച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് അതിനുവേണ്ടി മീഡിയയിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ട് പുരുഷാരം അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടത്തിനെ കൂട്ടുന്നത് കാര്യം അത്ര വലിയ സംഭവം അല്ല എന്നും. യേശുവിന്റെ പുറകെ അല്ലെങ്കിൽ യേശുവിന്റെ സമയത്ത്, യേശു വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ആൾക്കാർ യേശുവിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം പല രീതിയിൽ പല കാര്യങ്ങൾ ആഗ്രഹിക്കാനും പല കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, യേശുവിന്റെ പിന്നാലെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അല്ലാതെ ഏറ്റവും കൂടുതൽ മെജോറിറ്റിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് എന്തുവാ, ഒരു ശാരീരിക സൗഖ്യം അല്ലെങ്കിൽ ഭൗതിക ആവശ്യം അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി
വേണ്ടിയാ ഏറ്റവും കൂടുതൽ മെജോറിറ്റി റൈറ്റ് യേശുവിന്റെ സമയത്ത് റൈറ്റ് യേശു തന്നെ നമുക്ക് വചനത്തിൽ കാണാം ഏറ്റവും വലിയ കൺവെൻഷൻ അകത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് യേശുവാ റൈറ്റ്. കാരണം ആ സമയത്ത് ആ കാലത്ത് റൈറ്റ് 5000 നമുക്കറിയാം, 5 കൊണ്ട് 5000-നെ പോഷിപ്പിച്ച ദൈവം റൈറ്റ്. ആ സമയത്ത് അറൗണ്ട് 12,000 to 15,000 ആൾക്കാർ അവിടെ ഉണ്ട്. സോ വലിയൊരു കൂട്ടം എപ്പോഴും എന്തുണ്ട്? യേശുവിന്റെ കൂടെ ഉണ്ട് റൈറ്റ്. യേശു ചെല്ലണതെല്ലാം വലിയൊരു കൂട്ടമുണ്ട്. പക്ഷെ അതിൽ ചിലർ മാത്രമേ ഉള്ളൂ എന്താ? യേശുവിൽ നിന്ന് യേശു പറയുന്ന വചനം കേൾക്കാൻ ഒരു ചുരുക്കം ആൾക്കാർ മാത്രമേ അതിനകത്തുണ്ടാകൂ റൈറ്റ്. നമ്മൾ കണ്ടു 8:40 നമ്മൾ വായിച്ചു, തിരിച്ചൊന്ന് വായിക്കാം. 8:40 ലൂക്കോസ് 8:40. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈ കൊണ്ടു റൈറ്റ്. യേശുവോട് തിരിച്ചു വന്നപ്പോൾ റൈറ്റ്, യേശുവോട് തിരിച്ചു വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ പുരുഷാരം എന്ത് ചെയ്തു? യേശുവിനെ സന്തോഷത്തോടെ കൈ കൊണ്ടു റൈറ്റ്. നമ്മൾ ഇന്ന് യേശുവിനെ സന്തോഷത്തോടെ കൈ കൊള്ളുന്നുണ്ടോ? ഉണ്ടോ? റൈറ്റ്. നമ്മൾ യേശുവിനെ കുറിച്ച് കേൾക്കാനാ വരുന്നത്, യേശുവിനെ ആരാധിക്കാനാ വരുന്നത്, എല്ലാം ഉണ്ട്. എന്നാൽ യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കാറുണ്ടോ? വന്നത് നമുക്ക് എല്ലാത്തിലും റൈറ്റ്, നമ്മുടെ എല്ലാത്തിലും സന്തോഷിക്കാനും 10 നാവ 1000 നാവ നമുക്ക് നമ്മുടെ ഭൗതിക ബ്ലെസ്സിങ്ങിനെ കുറിച്ചും റൈറ്റ്, നമ്മുടെ ജീവിച്ചു വന്നത് അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ കുറിച്ചും റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ കുറിച്ചും റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും, നമ്മുടെ പിള്ളേരുടെ നമ്മുടെ ചിൽഡ്രന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാൻ 1000 നാവ. പക്ഷെ ദൈവത്തിൽ സന്തോഷിക്കാൻ മാത്രം നമുക്കൊന്നും പറ്റില്ല റൈറ്റ്. അവിടെ കണ്ട വാക്യം എന്തുവാ? ദൈവത്തെ യേശുവിനെ അവർ എന്ത് ചെയ്തു? സന്തോഷത്തോടെ കൈക്കൊണ്ടു. രണ്ടാമത്തെ വാക്കിനകത്ത് രണ്ടാമത്തെ ഭാഗം അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുവായിരുന്നു റൈറ്റ്. അവരെല്ലാവരും ആർക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു? യേശുവിന് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു? അവരെല്ലാവരും കാത്തിരിക്കുവായിരുന്നു റൈറ്റ്. നമ്മളെല്ലാവരും യേശുവിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു. ആണോ? ആണോ അല്ലയോ റൈറ്റ്. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ ഒരു പ്രാർത്ഥന ഇങ്ങനെ വരാറുണ്ട്. ഞായറാഴ്ച പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാ, ദൈവം ഇന്ന് ഈ പ്രേയർ കൊണ്ട് അല്ലെങ്കിൽ ഈ ആരാധന കൊണ്ട് ഈ യോഗം കൊണ്ട് ഒരാഴ്ച മൊത്തം എങ്ങനെയാ പറയുന്നത്? ഒരാഴ്ച മൊത്തം എന്തോ പറയാൻ ഒരാഴ്ച മൊത്തം ജീവിപ്പാനുള്ള കൃപ തരണം. കാരണം ഈ ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ബാക്കി 6 ദിവസം അതിന്റെ പുറകെ നമ്മൾ പോകുന്നില്ല. അതിനർത്ഥം അതാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ്. എന്റെ മലയാളം ഒത്തിരി ലിമിറ്റഡ് ആണ്, എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും തെറ്റ് പറയുന്നത് എന്നോട് ക്ഷമിക്കണം റൈറ്റ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഞായറാഴ്ച കൊണ്ട് കിട്ടുന്ന ദൂത് കൊണ്ട് അല്ലെങ്കിൽ ഈ ആരാധന കൊണ്ട് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് എന്തുവാ ഒരാഴ്ച മൊത്തം ജീവിക്കാനുള്ള കൃപ തരണം. കാരണം ബാക്കി 6 ദിവസം എനിക്ക് സമയം ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. എനിക്കറിയത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കാറില്ല. സോ ഇവിടെ നമ്മൾ കാണുന്നത് ഒന്ന്, യേശുവിനെ അവർ എന്ത് ചെയ്തു? സന്തോഷത്തോടെ സ്വീകരിച്ചു റൈറ്റ്. 2 എന്ത് ചെയ്തു? യേശുവിനെ കേൾപ്പാൻ വേണ്ടി, യേശുവിനെ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവര് കാത്തിരിക്കും റൈറ്റ്. നമ്മൾ ഞായറാഴ്ച രാവിലെ ആരാധിക്കാൻ വരുന്നു, പ്രാർത്ഥനയിൽ വരുന്നു, എല്ലാം ചെയ്തു. പക്ഷെ എത്ര നേരം നമ്മൾ ആദ്യമേ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിട്ടാ ഇവിടെ വരുന്നത് റൈറ്റ്. ദൈവദാസന്മാരെ കർത്തദാസന്മാരെ ഇവിടെ നിന്ന് പറയും, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതി ചെയ്യും, സ്തോത്രം ചെയ്യും. നമ്മുടെ കൈയും പൊങ്ങത്തില്ല റൈറ്റ്, നമ്മുടെ നാവും കൊടുത്തു വരത്തില്ല. ജസ്റ്റ് ചർച്ചിന് പുറത്തൊന്ന് പോയാൽ മതി, നമ്മുടെ നാവ് എത്രയുണ്ട്, മൈക്കിന്റെ പോലും ആവശ്യമില്ല, നമുക്ക് ഏവർക്കും അതറിയാം റൈറ്റ്. ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ, ദൈവത്തിനെ ആരാധിക്കാൻ വരുമ്പോൾ 2 ചിന്ത നമുക്ക് വേണം റൈറ്റ്. ദൈവത്തെ സ്തുതിക്കാൻ വരുമ്പോൾ 2 ചിന്ത നമുക്ക് വേണം. ഫസ്റ്റ് ചിന്ത, നമ്മുടെ ദൈവം ആരാ എന്ന് നമുക്ക് മനസ്സിലാകണം റൈറ്റ്. നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ, നമ്മുടെ ദൈവത്തെ നമ്മൾ രുചിച്ചറിയുമ്പോൾ റൈറ്റ്, ദ ലോർഡ് എന്റെ ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കുമ്പോൾ, ഈ സൃഷ്ടിയെ, ഈ കംപ്ലീറ്റ് സൃഷ്ടിയെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ വരുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കും. ഞാൻ ചിന്തിക്കും, അയ്യോ എന്റെ ഇത്ര മഹാൻ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ
യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. രണ്ടാമത് എന്തുവാ? അവന് വേണ്ടി കാത്തിരിക്കുന്നു. 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 5 മർക്കോസ് 5:22. നമുക്ക് ഏവർക്കും അറിയാം ഈ ഫുൾ സ്റ്റോറി നമ്മൾ നോക്കാൻ പോകുന്നില്ല. ഈ ഫുൾ സ്റ്റോറി നമ്മൾ നോക്കാൻ പോകുന്നില്ല. കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ആ ഭാഗം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അവിടെ യായിറോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. വായിക്കുക 22. അവിടെ പറഞ്ഞേക്കുന്ന പള്ളി പ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് എന്ത് ചെയ്തു? കാൽക്കൽ വീണു. റൈറ്റ്, നമുക്ക് അതിനെ 24 വായിക്കാം. 24. റൈറ്റ്, വലിയ പുരുഷാരം അതിനെ പുറകെ പോകുന്നു, യേശുവിന്റെ പുറകെ പോകുന്നു. അവനെ തിക്കിക്കൊണ്ട് ഇരുന്നു. ഹിന്ദിയിൽ വായിക്കുമ്പോൾ പറയുന്നു ഈ ലോ പുഷ്പർ കിരപ്പെടുത്തേ. അതിന്റെ അർത്ഥം അവന് നടക്കാൻ പോലും എന്താ ഒരു അവസരമില്ല. റൈറ്റ്, യേശുവിന്റെ ഫ്രണ്ടിലും ആൾക്കാരുണ്ട്, ബാക്കിലും ആൾക്കാരുണ്ട്, ലെഫ്റ്റ് സൈഡിലും ആൾക്കാരുണ്ട്, റൈറ്റ് സൈഡിലും ആൾക്കാരുണ്ട്. റൈറ്റ്, അവരുടെ മധ്യത്തിൽ പള്ളി പ്രമാണിയായ യായിറോസ്. റൈറ്റ്, ആ വാക്കിന്റെ യായിറോസ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എൻലൈറ്റൻ ചെയ്യുന്നു, അല്ലെങ്കിൽ യഹോവ പ്രകാശിപ്പിക്കുന്നതിന്റെ വാക്കിന്റെ അർത്ഥം, യായിറോസ് എന്ന വാക്കിന്റെ അർത്ഥം. റൈറ്റ്, ആ ഒരു പുള്ളി എന്ത് ചെയ്യുന്നു? വന്നിട്ട് യേശുവിനെ കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. റൈറ്റ്, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. നമുക്കറിയാം, മിറക്കിൾസ് ഉണ്ട്, 2 മിറക്കിൾസ് ഉണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷെ യായിറോസ് നമുക്കറിയാം എന്തിനാ വന്നെന്ന് നമുക്കറിയാം. അവനോട് വരുന്നു ഒരു വലിയ കൂട്ടം, ഒരു വലിയ തിരക്കോടുണ്ട്. റൈറ്റ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവനെ അറിയാം, കാരണം ഒരു പള്ളി പ്രമാണി എന്ന് പറയുമ്പോൾ പള്ളിയിലെ ചില ഫിസിക്കലായിട്ട് അറേഞ്ച്മെന്റും കാര്യങ്ങളും അവൻ ചെയ്യുന്നവനാ. അത് തന്നെയല്ല, ലോയും പ്രൊഫറ്റ്സും അവൾ വായിച്ചു കഴിഞ്ഞ് ആർക്കെങ്കിലും ഒരു എൻകറേജ്മെന്റ് ആയിട്ടുള്ള വേർഡ് പറയണമെങ്കിൽ ഈ പുള്ളിയാ അവരെ എന്ത് ചെയ്തത്? ക്ഷണിച്ച് അവർക്ക് അവസരം കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം അവൻ ഓൾറെഡി എന്തുവാ? ഒരു ഫേമസ് പേഴ്സൺ ആണ്. അവന്റെ ഡ്രസ് കോഡ് തന്നെ മനസ്സിലാക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം അവൻ ആരാണ്. ആ ഒരു പുള്ളി വരുന്നു. ആ പുള്ളിയുടെ അവസ്ഥ നമുക്കറിയാം. വീട്ടിൽ അവന്റെ ഏക മകളായ 12 വയസ്സുള്ള ആ കൊച്ച് മരണാസനത്തിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ യായിറോസിന് വേണമെങ്കിൽ അവന്റെ കൂടെയുള്ള ചിലരെ വേണമെങ്കിൽ വിടാൻ പറ്റുമായിരുന്നു. യായിറോസിന് വേണമെങ്കിൽ അവിടെ വന്ന് യേശുവിനെ ജസ്റ്റ് നേരെ പറഞ്ഞു. കാരണം അവൻ വരുമ്പോൾ ആ തിരക്കില് മധ്യത്തിൽ ആൾക്കാർ എന്ത് കൊടുത്തായിരിക്കും? അവന് സൈഡ് കൊടുത്തായിരിക്കും, അവന് വഴി കൊടുത്തായിരിക്കും. He has a post. He is a person with collar. അവനൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് എല്ലാം കണ്ട് ആൾക്കാർ എന്ത് ചെയ്തായിരിക്കും? വഴി മാറി കൊടുത്തായിരിക്കും. സോ അവനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നേരെ ചെന്ന് യേശുവിനോട് ഈ കാര്യം നേരെ നിന്ന് സംസാരിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് യേശുവിനെ കുറിച്ച് ഓൾറെഡി അവൻ കേട്ടിട്ടുണ്ട്, അവൻ അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ വന്നിട്ട് എന്ത് ചെയ്തു? യേശുവിന്റെ കാൽക്കൽ വീണു. ഏറ്റവും വലിയ പ്രശ്നമാണ്, ഏറ്റവും വലിയ ഒരു കുറവാണ് നമുക്ക്. ഏറ്റവും വലിയൊരു കുറവാണ് നമുക്ക്. കാരണം നമ്മളെല്ലാവരും വലിയ പോസ്റ്റ് ഉള്ളവരാണ്, വലിയ ഡിഗ്നിറ്ററീസാണ്. നമുക്കൊന്നും വന്ന് ദൈവത്തിന്റെ കാൽക്കൽ വീഴുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാട്. കാരണം നമ്മളെ വലിയ പോസ്റ്റുകാരല്ല, നല്ല പതിവുള്ളവരല്ല. ഞാൻ ഒരാള് അവൻ ചെല്ലുമ്പോൾ ആൾക്കാർ ഒന്ന് വഴി കൊടുക്കുന്നുണ്ട്, നല്ല റെസ്പെക്ട് ആൾക്കാർ അവന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ദൈവത്തെ കാട്ടിലും കൂടുതൽ റെസ്പെക്ട് ആർക്ക് വേണം? എനിക്ക് വേണം. നമ്മൾ ചിലർ ചെല്ലുമ്പോൾ, ദൈവസഭയിലായാലും എവിടെ ആയാലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? ദൈവത്തെ കാട്ടിലും കൂടുതൽ റെസ്പെക്ട് ആർക്ക് വേണം? എനിക്ക് വേണം. നമ്മൾ ചെല്ലുമ്പോൾ ഉടനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ആരെങ്കിലും വന്ന് എനിക്ക് കൈ തരണം, എന്നെ കുറിച്ച് ചോദിക്കണം, ഞാൻ ആരാന്ന് എനിക്ക് അവിടെ പറഞ്ഞു കൊടുക്കണം. പല ചിന്ത നമ്മുടെ മനസ്സിൽ വരും. ഇന്ന് ദൈവത്തെ കാട്ടിലും പുകഴ്ത്തുന്ന നമ്മളെ തന്നെയാണ്. ദൈവത്തെ കാട്ടിലും പുകഴ്ത്തുന്ന ആരാ? നമ്മളെ തന്നെയാണ്. അവനൊരു പോസ്റ്റ് ഉണ്ട്, അവൻ ഒരു പള്ളി പ്രമാണിയ. ആ ഒരു പോസ്റ്റ് എല്ലാം ഉണ്ടായിട്ട് പോലും അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ വന്ന്
സമർപ്പിച്ച് റൈറ്റ് കാൽക്കൽ വീഴുവാതിന്റെ അർത്ഥം അവന് വേറൊരു ഓപ്ഷൻ ഇല്ല, അവന് വേറൊരു വഴിയില്ല, അവന്റെ പോസ്റ്റ് വേണ്ട റൈറ്റ്. അവൻ പള്ളി പ്രമാണിയുള്ള പദ്ധതി മറന്നുപോയി, അവൻ വലിയൊരു ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് മറന്നുപോയി. എന്റെ അടുത്ത അയ്യോ എന്നെ മാനിക്കുന്നവർ, എന്നെ ആദരിക്കുന്നവർ, എന്നെ അറിയുന്നവർ പലരുണ്ട്, അതെല്ലാം അവൻ മറന്നുപോയിട്ട് അവനെ തന്നെ മറന്നിട്ട് അവനെ തന്നെ ത്യജിച്ചിട്ട് ആ നിൽക്കുന്ന ദൈവത്തിന് മുൻപാകെ, ആ നിൽക്കുന്ന യേശുവിന്റെ മുൻപാകെ അവൻ അറിയാം അവന്റെ പ്രശ്നത്തിന് എന്റെ പദവി പോരാ, എന്റെ ബാക്ക്ഗ്രൗണ്ട് പോരാ, എന്റെ ഹല്ലേലൂയ പ്രശസ്തി പോരാ, എന്റെ ഫേമസ്നെസ് പോരാ, എന്റെ ഫെയിം പോരാ, എന്റെ പ്രശ്നത്തിന് എന്റെ ഈശോന് വേറെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്റെ മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഞാൻ എന്റെ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഞാൻ എന്റെ പോസ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ പൂർണ്ണമായിട്ട് എന്റെ ദൈവത്തിന് മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. അവനെ തന്നെ മറന്ന് റൈറ്റ്, അവനെ തന്നെ മറന്ന് ഒത്തിരി പാടാ റൈറ്റ്. നമുക്കറിയാം മത്തായിയുടെ ലേഖനം 5:23 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തുവാ 5:23 അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആകയാൽ നിന്റെ വഴിപാട്, നിന്റെ ആരാധന, നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ നീ കൊണ്ടുവരുമ്പോൾ സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് നിന്റെ നേരെ ആർക്കൊണ്ടെന്ന നിനക്കല്ല, നിന്റെ സഹോദരനോ സഹോദരിക്കോ നിന്റെ നേരെ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നിനക്ക് ഓർമ്മ വന്നാൽ നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, നിന്റെ കൈകൊട്ടല്, നിന്റെ തുള്ളല്, നിന്റെ അന്യഭാഷ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് യാഗപീഠത്തിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് നീ ചെന്ന് സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നീ അന്യഭാഷയിൽ ആരാധിക്കും. ഏറ്റവും പാടുള്ള കാര്യമല്ലേ നമ്മളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് വേറെ കുറിച്ചാണ്. ഏറ്റവും പാടുള്ള കാര്യമല്ലേ. അറിയോ നമുക്ക് അവിടെ നമ്മുടെ പോസ്റ്റ് ഓർമ്മ വരും. ആ സമയത്ത് നമുക്ക് നമ്മുടെ പോസ്റ്റ് ഓർമ്മ വരും. ആ സമയത്ത് ഞാൻ ഓർമ്മ വരും. റൈറ്റ്, ഈ ഞാൻ ഓർമ്മ വരും. റൈറ്റ്, ഞാൻ ഉള്ളിടത്ത് ദൈവമില്ല. റൈറ്റ്, ഞാൻ ഉള്ളിടത്ത് ദൈവമില്ല. എന്റെ ബുദ്ധി ഉള്ളിടത്ത് ദൈവത്തിന്റെ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. എന്റെ മൈൻഡ് ഉള്ളിടത്ത് ദൈവത്തിന്റെ മൈൻഡ് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ എന്ന ഭാവം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൃപയാൽ അന്നൊക്കെ എന്തുവാ പ്രശ്നമാണ്. അങ്ങനെ ഓർത്തോളം ഞാനുണ്ടെങ്കിൽ അവിടെ ദൈവവും ഇല്ല. നീ അവിടെ ഉണ്ടെങ്കിൽ, നിന്റെ ബുദ്ധി അവിടെ ഉണ്ടെങ്കിൽ, നിന്നെ കുറിച്ചുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ ദൈവം അവിടെ ഇല്ല. ദൈവം അവിടെ ഇല്ല. അതിന്റെ അർത്ഥം ദൈവം അവിടെ വർക്കും ചെയ്യും. ആ രീതിയിൽ ആ മനസ്സോട് നീ എത്ര നിലവിളിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര ഉപസിച്ചാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവൻ ചെയ്തൊരു കാര്യം എല്ലാം മറന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എല്ലാം മറന്നു. നിങ്ങളെ തന്നെ മറന്നു. നിങ്ങളുടെ പോസ്റ്റ് തന്നെ മറന്നു. നിന്റെ കൂടെ ആരിയ്ക്കുന്നു, ആരെന്നെ നോക്കുന്നുണ്ടോ ഇല്ലയോ, എന്റെ അടുത്തിരിക്കുന്നവർ എന്നോട് എന്ത് പറയും, എന്റെ കൂട്ടുകാരനോട് എന്ത് പറയും, എന്റെ ഹാലിലെ ചർച്ചക്കാരനോട് എന്ത് പറയും, എന്റെ ഫാമിലിക്കാരനോട് എന്ത് പറയും, അത് നീ ചിന്തിക്കാൻ പോണ്ട. നീ നിന്റെ പോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോണ്ട. നീ ഒരു സ്കൂൾ ടീച്ചർ ആയിരിക്കും, നീ ഒരു ഡോക്ടർ ആയിരിക്കും, നീ ഒരു പ്രിൻസിപ്പൽ ആയിരിക്കും, നീ ഒരു ഡയറക്ടർ ആയിരിക്കും, നീ ഒരു സെൻട്രൽ മാസ്റ്റർ ആയിരിക്കും, നീ ഒരു പ്രസിഡന്റ് ആയിരിക്കും, നീ ഒരു സെക്രട്ടറി ആയിരിക്കും. എന്നാൽ എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ, എല്ലാത്തിനെയും ഉളവാക്കിയവൻ, എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ നിന്റെ ദൈവത്തെ നീ കാണുമ്പോൾ നീ നിന്നെ തന്നെ മറന്ന്, നീ നിന്നെ തന്നെ ധരിച്ച്, നീ നിന്റെ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്ത്, നീ നിന്റെ വിസ്ഡമിനെ അവിടെ നിർത്തി, നീ എല്ലാത്തിനെയും സ്റ്റോപ്പ് ചെയ്ത്, നീ മുട്ടുമേൽ വാ, നീ കാലിൽ വാ, നീ കാലിൽ വന്ന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപാകെ വീട്, നിന്റെ ദൈവത്തിന്റെ മുൻപാകെ വീഴുമ്പോൾ, നിന്റെ ദൈവത്തെ അറിയുമ്പോൾ, നിന്റെ ദൈവം ഹല്ലേലൂയ നിന്നെ അറിയും, നിന്നെ വർക്ക് ചെയ്യും. ഹല്ലേലൂയ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ചിന്തിക്കുക, യായിറോസ് ഒരു പ്രശ്നമായിട്ട് അവിടെ വരുന്നു. 22, 23, 24 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ യേശു അവനോട് ഒന്നും പറയുന്നില്ല. അവനോട് യേശു എന്തുവാ ഒന്നും പറയുന്നില്ല. യേശു ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞായിരിക്കും, പക്ഷെ വചനത്തിൽ അത് എഴുതിയിട്ടില്ല. യേശു അവനോട് ഒന്നും പറയുന്നില്ല. യായിറോസ് എന്ത് ചെയ്യുന്നു? 24 വാക്യം വായിക്കുക. 24 റൈറ്റ്. അവൻ അവനോട് കൂടെ പോയി. വലിയ പുരുഷാരം പിൻചെന്ന് റൈറ്റ് അവനെ തിക്കിക്കൊണ്ടിരിക്കുന്നു. ചിന്തിക്കുക, യായിറോസ് എല്ലാം മറന്ന് റൈറ്റ് അവന്റെ റിക്വസ്റ്റിന് വേണ്ടി ദൈവത്തിന്റെ അടുത്ത് വന്നവനാണ്. റൈറ്റ്. ഇപ്പോ ഒരു സാഹചര്യത്തിൽ എന്താകുന്നു? യേശു എന്തുവാ ഒന്നും പറയുന്നില്ല. റൈറ്റ്. അവന്റെ അവസ്ഥ നമുക്കറിയാം. റൈറ്റ്. അവന്റെ മകൾ മരണാസനത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ കണ്ടീഷൻ വന്ന് കിടക്കുക. റൈറ്റ്. അവന് വേറൊരു ഓപ്ഷൻ ഇല്ല, ഒരു വികല്പം അവനില്ല. അവൻ യേശുവിന്റെ പുറകെ വരുന്നു, യേശുവിന്റെ പിന്നാലെ വരുന്നു. ആ സമയത്ത് യേശു എന്ത് ചെയ്യുന്നു? ഒന്നും പറയുന്നില്ല. അവൻ എന്ത് ചെയ്യുക? അവനും എന്ത് ചെയ്യുക? അവന് യേശുവിന്റെ പിന്നാലെ ആ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുക. കാരണം യേശു അവന്റെ വീട്ടിൽ വരാൻ വേണ്ടി സമ്മതിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്കാണ് നമുക്കറിയുന്ന ഒരു വേറെ മിറക്കിൾ അവിടെ നടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു മിറക്കിൾ നടക്കുന്നുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് നോക്കാൻ പോകുന്നില്ല. അതിന് ജസ്റ്റ് 34 ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ചിന്തിക്കുക, ഇത്രയും നേരം നമ്മുടെ യായിറോസ് മാത്രം ചിന്തിച്ചാൽ മതി. യായിറോസ് അവന്റെ ഒരു പ്രേയർ റിക്വസ്റ്റിന്റെ കൂടെ ദൈവത്തിന്റെ സന്നിധി, ദൈവത്തിന്റെ അടുത്ത് വന്ന് അവന്റെ റിക്വസ്റ്റ് ദൈവത്തോട് പറഞ്ഞു. അവന്റെ മനസ്സ് മൊത്തം ദൈവത്തിന്റെ മുമ്പാകെ അവൻ പകർന്നു. അതിന്റെ കാരണം അവന്റെ മോള് ഓൾറെഡി എന്തുവാ മരണാസനത്തിൽ ഒത്തിരി ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരിക്കുക. അത് കഴിഞ്ഞ് യേശു ഒരു മറുപടിയോട് കൊടുക്കുന്നില്ല. സ്ലോലി എന്ത് ചെയ്യുന്നു? അവനും ആ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അവനും ആ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുവാ യേശു അത്ര സ്പീഡിൽ എന്താ നടക്കാൻ പറ്റുന്നില്ല. കാരണം എന്തുവാ? ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞ ആൾക്കാർ എന്തുവാ അവന്റെ കൂടെ ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞ ആൾക്കാർ അവന്റെ കൂടെ ഉണ്ട്. മുമ്പിലും ഉണ്ട്, പിമ്പിലും ഉണ്ട്, ലെഫ്റ്റിലും എല്ലാ സൈഡിലും എന്തുണ്ട്? ആൾക്കാരുണ്ട്. അവനൊരു പ്രതീക്ഷയോട് വന്നതാക്കി എന്റെ ഒരു പ്രശ്നത്തിന് എന്തുവാ ഒരു സമാധാനം, ഒരു പരിഹാരം വേണമെന്ന് ഒരു പ്രതീക്ഷയോടെ വന്നതാ. എന്നാൽ ഒരു വലിയ ആൾക്കൂട്ടം അവനെ തിക്കി നടക്കുന്നുകൊണ്ട് എന്തുവാ അവൻ എത്താനുള്ള സ്ഥലത്ത് എത്താൻ എന്തുവാ സമയം എടുത്തുകൊണ്ടിരിക്കുക. അവന്റെ റിക്വസ്റ്റ് അകത്തുണ്ട്, അവന്റെ വേദന അവന്റെ മനസ്സിലുണ്ട്. ആ വേദനയോട് കൂടെ അവൻ യേശുവിന്റെ പിന്നാലെ നടക്കുക. ആൾക്കാർ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആൾക്കാർ അവനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മൈൻഡ് എന്തുവാ ഒന്നുകൂടെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. അവന്റെ ചിന്ത ഒന്നുകൂടെ കൂടിക്കൊണ്ടിരിക്കുക. അവന്റെ ടെൻഷൻ ഒന്നുകൂടെ കൂടിക്കൊണ്ടിരിക്കുക. ചിന്തിക്കണം, ആ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ യേശുവിന്റെ കൂടെ ഉണ്ട്. യേശുവിനെ ടച്ച് ചെയ്യുന്നുണ്ട്, യേശുവിനെ ഫിസിക്കലി ടച്ച് ചെയ്യുന്നുണ്ട്. എന്നാലും യേശു അതിന്റെ മധ്യത്തിൽ ചോദിക്കുന്നു, എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങ്, വസ്ത്രത്തിന്റെ തൊങ്ങ് ആരാ തൊട്ടത്? യേശുവിന്റെ കൂടെയുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും എല്ലാവരും പറഞ്ഞു, നീ എന്താ കാര്യം പറയുന്നത്? ഇത്ര ആൾക്കാർ നിന്നെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇത്ര ആൾക്കാർ നിന്റെ നാമത്തിൽ വരുന്നുണ്ട്, ഇത്ര ആൾക്കാർ വന്ന് കൈകൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, ഉപസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിന്നെ അവിടെ തൊട്ടോണ്ടിരിക്കായിട്ട് നീ ചോദിക്കുന്നത് നിന്നെ ആരാ, അല്ലെങ്കിൽ നിന്റെ വസ്ത്രത്തിനെ ആരാ തൊട്ടത്? യേശു എവിടുണ്ട്? യേശു അവരുടെ മധ്യത്തിലുണ്ട്. ആരുടെ? പുരുഷാരത്തിന്റെ മധ്യത്തിൽ യേശു ഉണ്ട്. ആ അത്രയും വലിയ ആൾക്കൂട്ടം യേശുവിനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും വലിയ ആൾക്കാർ യേശുവിനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ ലൈഫിൽ ഒരു വിടുതലുണ്ടോ? ഇല്ല. ഒരു വലിയ ഗ്രൂപ്പ് യേശുവിന്റെ പേര് പറഞ്ഞ് കൺവെൻഷനിൽ വന്ന് ആരാധിച്ച് ഉപസിച്ച് എല്ലാം നിൽക്കുക. എന്നാൽ എന്തോ അവരുടെ ലൈഫിൽ എന്താ ഇല്ലാത്ത ഒരു വിടുതലില്ല. യേശു മധ്യത്തിലുണ്ട്, യേശു ഇവിടെ ഉണ്ട്, യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. എന്നാൽ നമുക്ക് തൊടാൻ പറ്റാത്ത അവസ്ഥ. ആൾക്കാർ യേശുവിന്റെ കൂടെ തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് പോവുക. എല്ലാ പോസ്റ്റുകളും യേശുവിനെ ചുറ്റുക. അവർക്കറിയാം യേശു വിടുതൽ കാണിക്കുന്നവനാ, അവർക്കറിയാം യേശു സൗഖ്യം കൊടുക്കുന്നവനാ, അവർക്കറിയാം യേശുവിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. അത്
വർഷങ്ങളായിട്ട് യേശുവിന്റെ പിന്നാലെയാ, യേശുവിനെ തൊടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, യേശുവിനെ തൊട്ടെന്നൊക്കെ പറയുന്നുണ്ട്, സ്വപ്നത്തിൽ ഞാൻ അത് കണ്ട് ഇത് കണ്ടൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഒരു വിടുതലില്ലാത്തതിന്റെ കാരണം എന്തുവാ? യേശുവിനെ തൊടുന്നത് പോലും നിങ്ങൾ തൊടുന്നില്ല, യേശുവിനെ അറിയുന്നത് പോലും നിങ്ങൾ അറിയുന്നില്ല. അവന്റെ പ്രസൻസ് എന്താ നിങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അത്ര ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഒരു സോഷ്യൽ എൻറ്റിറ്റി ഇല്ലാത്ത ഒരു അശുദ്ധമായ ഒരു സ്ത്രീ, ആരും കാണാത്ത ഒരു സ്ത്രീ, ഒരു വിലയില്ലാത്ത സ്ത്രീ, ആരും മൈൻഡ് ചെയ്യാത്ത ഒരു സ്ത്രീ വന്ന് യേശുവിന്റെ ആ വസ്ത്രത്തിനെ കൊണ്ടിൽ തൊടുന്നു. കാരണം അവരുടെ മനസ്സിൽ ഒരു കാര്യം ഡിസൈഡ് ചെയ്തത് എന്താ? ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ ആ തൊങ്ങയിൽ തൊട്ടാൽ മാത്രം എനിക്ക് വിടുതലുണ്ടാകും. യേശു എന്ന് പറഞ്ഞാൽ ഭയങ്കര മനുഷ്യൻ ചിന്തിക്കുന്ന വിപരീതമായിട്ടാണ് യേശു ചിന്തിക്കുന്നത്. ഒന്ന്, അശുദ്ധമായ സ്ത്രീ അവൾ വന്ന് യേശുവിനെ തൊടുന്നു. അവരുടെ രീതി അനുസരിച്ച് അത് അപവിത്രമാണ്. യായിറോസിന്റെ വീട്ടിൽ ചേർന്നിട്ട് യായിറോസിന്റെ മകൾ മരിച്ചുപോയി അവളെ തൊടുന്നു. അത് അവരുടെ രീതി അനുസരിച്ച് എന്തുവാ? അശുദ്ധമാണ്. യേശു നമ്മുടെ മൈൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. യേശു നമ്മുടെ മൈൻഡ് ചിന്തിച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് യേശു വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അത്രയും ആൾക്കാർ അവരുടെ മധ്യത്തിലുണ്ട്, അത്രയും ആൾക്കാരുടെ മധ്യത്തിൽ യേശു ഉണ്ട്. പക്ഷെ യേശുവിനെ ഫീൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, യേശുവിനെ ടച്ച് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ശരീരമായിട്ട് അവർ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു മനസ്സ് അവർക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് യായിറോസിന് അവന്റെ വിശ്വാസം കൂടി. ഇത്ര നേരം മനസ്സ് വേദനിച്ച് അവന്റെ റിക്വസ്റ്റ് പറഞ്ഞിട്ട് യേശു ഒരു മറുപടി കൊടുത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന പല പ്രാവശ്യം നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ ചെന്നു പറഞ്ഞു എല്ലാം ചെയ്തു, ഇതുവരെ യേശു മറുപടി കൊടുത്തില്ല. അവൻ വേണമെങ്കിൽ യേശു മറുപടി കൊടുക്കാതിരുന്നപ്പോൾ അവൻ വേണമെങ്കിൽ തിരിച്ചു പോകാമെന്നും അവന്റെ യാത്ര അവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്നും അവന്റെ ക്രിസ്തീയ യാത്ര അവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്നും. നമ്മുടെ ക്രിസ്തീയ യാത്ര അങ്ങനത്തെ ചില സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ അവൻ ഒരു കാര്യം അവന്റെ മൈൻഡിൽ ഡിസൈഡ് ചെയ്തു, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ഇല്ലേലും ഞാൻ ദൈവത്തിന്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും, ഞാൻ ദൈവത്തിന്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അവൻ പോയിക്കൊണ്ടിരിക്കുക, അവന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കുക, അവൻ പോയിക്കൊണ്ടിരിക്കുക. അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ നടത്താൻ പറ്റുന്നില്ല, അവൻ യേശുവിനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. അയ്യോ ഒന്നുകൂടെ ഡിലേ ആവുകയാണല്ലോ, അയ്യോ എന്റെ മറുപടിക്ക്, എന്റെ പ്രാർത്ഥന മറുപടിക്ക് ഒന്നുകൂടെ ഡിലേ ആവുകയാണല്ലോ, അയ്യോ എന്റെ ഒരു വിടുതല്ല, എന്റെ കുഞ്ഞിനെ വിടുതല്ല, എന്റെ ഭവനത്തിന് വിടുതല്ല, എന്റെ ആവശ്യങ്ങൾക്ക് ഒന്നുകൂടെ ഡിലേ ആവുകയാണല്ലോ. ആ ചിന്ത കൊണ്ട്, ആ മനസ്സിലെ ടെൻഷൻ കൊണ്ട് അവൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. അവരുടെ പൊട്ടനെ പോലെ, അവൻ അന്ധനെ പോലെ അവന്റെ മൈൻഡെല്ലാം ബ്ലാങ്ക് ആയിട്ട് അവൻ കണ്ടിന്യൂ യേശുവിനെ പുറകെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ കണ്ടിന്യൂ യേശുവിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ സഡൻലി ആ സ്ത്രീക്ക് ഒരു വിടുതൽ കിട്ടിയപ്പോൾ അവൻ സന്തോഷിച്ചു. അവൻ ചിന്തിച്ചു, ഇത്രയും നാളും ഞാൻ യേശുവിന്റെ പുറകെ, യേശുവിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക, അത് പോയത് വൃഥാവായില്ല, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവന്റെ ലൈഫിൽ അവനെ വിടുതൽ നടന്നില്ല, അവന്റെ കുടുംബത്തിൽ അവന്റെ മോക്ക് അവനെ വിടുതൽ കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഒരു സമയത്ത് അവനൊരു വിശ്വാസം വന്നില്ല, ഈ ഒരു സ്ത്രീക്ക് ദൈവം വിളിച്ചെങ്കിൽ എന്റെ മോളിൽ എന്റെ യേശു വിളിക്കുന്നു. ആ വിശ്വാസത്തോട്, ആ ടെൻഷന്റെ മധ്യത്തിൽ ഒരു റേ ഓഫ് ഹോപ്പ് അവന് കിട്ടി. അവൻ യേശുവിന്റെ പിന്നാലെ പോവുക. ആ സമയം തന്നെ ഉടനെ 35-ാമത്തെ വാക്യം, 35. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകള് മരിച്ചുപോയി, ഗുരുവിനെ നീ എന്ത് ചെയ്യണം, ഇനി ആശ്രയപ്പെടുന്നു. ഇതുവരെ ഒരു പൊട്ടനെ പോലെ യേശുവിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. സഡൻലി ഒരു മിറക്കിൾ അവിടെ നടത്തുന്നു. ആ മിറക്കിൾ കണ്ടപ്പോൾ ഉടനെ അവനൊരു വിശ്വാസം കൂടുന്നു. പക്ഷെ അവന്റെ ആ സമയത്ത്, അവന്റെ ആ അവസ്ഥയിൽ തന്നെ ഒരു ന്യൂസ് വരുന്നത് എന്താ? ഇനി ഗുരുവിനെ നീ അസൂയപ്പെടുത്തണ്ട, നിന്റെ മകള് മരിച്ചുപോകും. യേശുവിന് അതിനുള്ള വാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പല സ്ഥലത്ത് യേശു ജസ്റ്റ് ഒരു വാക്കുകൊണ്ട് തന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കൽപ്പന കൊണ്ട് യേശു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് യേശു വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് യേശുവിന് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ പലരും ഇങ്ങനെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിന്
ദൈവത്തിന്റെ സന്നിധി വന്ന് പ്രതീക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കും. ഒരവസ്ഥ വരുമ്പോൾ, ഒരു സമയം വരുമ്പോൾ അത് നടക്കാതാകുമ്പോൾ നമ്മുടെ പ്രത്യാശയും പോവും, റൈറ്റ്? നമ്മുടെ ഉപവാസം സ്റ്റോപ്പ് ചെയ്യും, നമ്മുടെ അന്യഭാഷയും പോവും, ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന കാര്യം, റൈറ്റ്? ക്രിസ്തു യാത്ര പിന്നാലെ പോകുന്ന കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, റൈറ്റ്? യേശുവിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ മൈൻഡ്, റൈറ്റ്? യേശുവിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ മൈൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് സ്റ്റോപ്പ് ആകുന്ന അവസ്ഥ. നമുക്ക് കാണാം, പല സ്ഥലത്ത് യേശു പലരെ ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല, ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ യേശു കൊണ്ടുവന്ന അവസ്ഥ. കഴിഞ്ഞ നമുക്ക് കാണാം, ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ശദ്രക് മേശക് അബേദ്നെഗോയെ കുറിച്ച് കാണാം, റൈറ്റ്? അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. റീസെന്റ് ഞങ്ങളും ഡിസംബർ 16 ഞങ്ങളുടെ അവിടെ ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10-12 പേര് വന്ന് റോഡും പൈപ്പും ഒക്കെ എടുത്ത് ഞങ്ങളുടെ ആരാധന അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. അവർ ഞങ്ങളെ പഠിപ്പിച്ചു, പറഞ്ഞു അടുത്ത 25 ഡിസംബറിന് 10,000 പേര് വന്ന് ഞങ്ങളുടെ സ്കൂളും വർക്കും ചർച്ചും എല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി അത് ഡിസ്ട്രോയ് ചെയ്തിട്ട് പോകുന്നു പറഞ്ഞു, റൈറ്റ്? അങ്ങോട്ട് കണ്ടിന്യൂ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ റാലിയൊക്കെ നടന്നു, എന്നാൽ ആരും അത് കഴിഞ്ഞ് വന്നില്ല, റൈറ്റ്? ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, അവരോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. ചില കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ശദ്രക് മേശക് അബേദ്നെഗോയോട് പറഞ്ഞു, എന്തോ പറഞ്ഞേ? ശദ്രക് മേശക് അബേദ്നെഗോയോട് എന്തോ പറഞ്ഞേ? നീ അവരെ അന്നേരം അവരെന്താ പറഞ്ഞത്? എന്റെ ദൈവം എന്നെ വെടിച്ചാലും ഇല്ലെങ്കിലും ഈ വിപത്തെ ഞാൻ നമസ്കരിക്കുന്നു. അവരുടെ ഡിസിഷൻ, ദൈവം നോക്കുന്നത് നമ്മുടെ ഡിസിഷനാണ് നോക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഡിസിഷൻ എന്താ എടുക്കുന്നത്? എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, എന്ത് അവസ്ഥ വന്നാലും, എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നാലും ഒറ്റ കാര്യം ഞാൻ ചെയ്യും, എന്റെ ദൈവത്തെ വിട്ട് വേറെ ഒരു കാര്യത്തെ പോലെ ഞാൻ പോകുന്നില്ല. എന്റെ ദൈവത്തെ വിട്ട് ഞാൻ വേറെ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നില്ല. ഇവിടെ യായിറോസ് ഒരു പ്രതീക്ഷയോട് ദൈവത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതീക്ഷ എല്ലാം അവരുടെ ആൾക്കാർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. അവരുടെ പ്രതീക്ഷ എല്ലാം അസ്തമിച്ചു, അവരുടെ മൈൻഡ് എല്ലാം സ്റ്റോപ്പായി, അവരുടെ മൈൻഡ് എല്ലാം ബ്ലാങ്ക് ആയി. ആ സമയത്ത് യേശു പറയുന്നത് ശ്രദ്ധിക്കാതെ യേശുവോട് പറയാം, നീ ഭയപ്പെടണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി. നീ ഭയപ്പെടണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി. ഇതുവരെ നീ എന്റെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു. നിന്റെ ലൈഫിൽ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു, ഒത്തിരി പ്രതിസന്ധികൾ വന്നു, ഒത്തിരി പ്രശ്നങ്ങൾ വന്നു, ഒത്തിരി വേദനകൾ നിൽപ്പുണ്ട്. നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ പല നൊമ്പരങ്ങളുണ്ട്. എന്നാൽ ഇന്നും നീ നിന്റെ ദൈവത്തെ മാത്രം കണ്ട്, നീ നിന്റെ ദൈവത്തെ മാത്രം നോക്കി, നീ എന്റെ പിന്നാലെ നടന്നാൽ നീ ഭയപ്പെടണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി. Hallelujah, 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 hallelujah. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ കഴിക്കാം. Hallelujah. ഒരു നിമിഷം നമ്മൾ എല്ലാവരും നമ്മുടെ ശരീരം നമ്മുടെ ഹല്ലേലൂയ സ്ഥാനത്ത് നിൽക്കാം. Hallelujah. Thank you Lord, thank you Lord, thank you Jesus, thank you Jesus. Thank you Lord, thank you Lord, thank you Lord. Hallelujah, 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 hallelujah. Thank you Lord, thank you Lord. Hallelujah, hallelujah. അവനാർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. അവനാർക്കും, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ ദൈവം ആർക്കും ബാധ്യതയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനൊപ്പം പറയാൻ വേറെ ആരുമില്ല, അവനെ പോലെ ആരാധ്യനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാം, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Thank you Lord, thank you Lord, thank you Lord, thank you Jesus, thank you Lord. Hallelujah, hallelujah, hallelujah. Thank you Lord, thank you Lord. धन्यवाद, 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 धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु. Hallelujah, hallelujah. ചിലരുടെ ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നു. Hallelujah. നീ നിന്നെ തന്നെ മറന്ന്, Hallelujah. നിന്റെ പോസ്റ്റ് മറന്ന്, നിന്റെ പദവി മറന്ന്, നിന്റെ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്ത്, നിന്റെ വിസ്ഡമിനെ സ്റ്റോപ്പ് ചെയ്ത്, നീ ഇന്ന് രാവിലെ ദൈവത്തിന് മുൻപാകെ മുഖ്യമടക്കി നിന്റെ ദൈവത്തെ സമർപ്പിച്ചാൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ
Thank you, Lord. Thank you, Jesus. Thank you, Lord. Thank you, Lord.